എന്തു നല്ലോർ സഖീശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരം ഏറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 26-ാമത് വാക്യം. ആ വചനം ഇങ്ങനെ വായിക്കുന്നു: കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത് എന്നുള്ള വാക്കുകളാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ കോപം അവരെ കൊണ്ടെത്തിക്കുന്ന 2 മേഖലകളെക്കുറിച്ച് പറയുകയാണ്. ഒന്ന്, അത് നമ്മെ പാപം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, പിശാച് നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ സഭയ്ക്കകത്ത് പ്രവേശിപ്പാനുള്ള ഒരു മുഖാന്തരമായി തീരും എന്ന വസ്തുതയും ഓർമ്മപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം ഒന്ന് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗം കഴിപ്പാൻ വന്നിരിക്കുന്ന കായീനെയും ഹാബേലിനെയും കാണുവാൻ കഴിയുന്നുണ്ട്. കായീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാത്തതുകൊണ്ട് ഹാബേലിനോട് കായീന് കോപമുണ്ടാകുകയും ആ കോപം നിമിത്തം താൻ പാപം ചെയ്യുന്നതിന് അത് കാരണമായി തീർന്നു എന്നും പിശാചിൻ്റെ പ്രവൃത്തിക്ക് ഇടമുണ്ടാക്കിയെന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കായീൻ്റെ കോപം നിമിത്തം താൻ എന്താണ് ചെയ്തത്? തൻ്റെ മനസ്സിൻ്റെ മണ്ഡലത്തിനകത്ത് സഹോദരനോട് വൈരാഗ്യം വർദ്ധിക്കുകയും പിശാച് തൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ആ കോപത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ച്, ആ ദേഷ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് തൻ്റെ സഹോദരനായിരിക്കുന്ന ഹാബേലിനെ കൊന്നുകളയണമെന്ന് തോന്നത്തക്ക തലത്തിലേക്ക് തന്നെ നയിക്കുകയും തൻ്റെ സഹോദരനായിരിക്കുന്ന ഹാബേലിനെ കൊന്ന് പാടത്ത് കുഴിച്ചു മൂടുകയും ചെയ്തതായ സാഹചര്യമുണ്ടായി. പെട്ടെന്ന് കടന്നു വന്ന ഒരു കോപമാണ് താനൊരു കുലപാതകനായി തീർന്നത്, താൻ സ്വന്തം സഹോദരനെ കൊന്നുകളയുവാൻ കാരണമായത്, തൻ്റെ കുടുംബത്തിൽ നിന്ന് താൻ പുറപ്പെട്ടു പോകേണ്ടി വന്നത് എന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വചനത്തിനകത്ത് പൗലോസ് പറയുന്നത്, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കാതിരിക്കുവാൻ ഉത്സാഹിക്കണം. ആ കോപത്തെ എത്രയും വേഗത്തിൽ നിങ്ങൾ വിട്ടുകളഞ്ഞില്ല എങ്കിൽ പിശാച് നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുന്നതിനും നിങ്ങൾ പാപം ചെയ്ത് ദൈവത്തിങ്കൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നതിനും അത് കാരണമായി തീരുമെന്ന് തിരിച്ചറിഞ്ഞ് കോപത്തെ ശമിപ്പിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവരായി നിങ്ങൾ തീരണമെന്ന് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ പലപ്പോഴും നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വന്ന കോപം
അത് വരുത്തി വെച്ചതായ ദോഷങ്ങളും തിന്മകളും നാശങ്ങളും നഷ്ടങ്ങളും ജീവൻ്റെ പോരായ്മകളുമൊക്കെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്ന ഒന്നാണ്. ആയതുകൊണ്ട് നാം കോപിച്ച് പാപം ചെയ്യുന്നവരായി തീരാതെ നാം മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളിൽ കോപം കടന്നുകൂടാ, എന്നാൽ അത് പിശാചിൻ്റെ പ്രവൃത്തിക്കിടമുണ്ടാകാതെയും അത് ഞങ്ങൾ പാപം ചെയ്യുന്നതിനിടയാകാതെയും ഇരിക്കേണ്ടതിന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ കോപങ്ങളെ ശമിപ്പിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പരമാർത്ഥതയോടെ ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.